ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനിപ്പൂവിൽ വരാതിരിക്കുന്നൊരു ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മുടെ സുധിയുടെ കളത്തരങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞിരിക്കുകയാണ്. സച്ചിയായി തന്നെ സുധീർ പാർക്കിൽ കടന്ന് ഉറങ്ങുന്നതും കളിക്കുന്നതുമായിട്ടുള്ള വീഡിയോ എല്ലാം പിടിച്ച് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരും മുന്നിൽ വെച്ച് പ്ലേ ചെയ്യുകയും, എന്നാൽ ഇതൊന്നും അറിയാതെ വീട്ടിലേക്ക് വരുന്ന സുധിയാണെങ്കിലോ വീണ്ടും കള്ളത്തരങ്ങളുടെ കൂമ്പാരം തന്നെ അങ്ങോട്ടേക്ക് വിളമ്പാണല്ലേ. എന്നാൽ അവസാനം സച്ചിയ വീഡിയോ പ്ലേ ചെയ്യുമ്പോഴാണ് തന്റെ കള്ളത്തരങ്ങളെല്ലാം വീട്ടിൽ പിടിക്കപ്പെട്ടു എന്ന് സുധിക്ക് ബോധ്യമാവുന്ന. അപ്പോൾ ഈ ഒരു സമയത്ത് സുധിയാകെ നാണം കെട്ട അവസ്ഥയിൽ തന്നെ എല്ലാവരും മുന്നിൽ വെച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വരുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ നമ്മുടെ സുധി നേരെ പോകുന്നത് സുധിയുടെ സ്വന്തം വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ ചെല്ലുന്ന സമയത്ത് ആദ്യമൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആന്റി വന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല അമ്മയോടായിട്ട് സുധി എല്ലാ സത്യങ്ങളും തുറന്ന് പറയാണ് കേട്ടോ. ഈ സമയത്ത് അമ്മ പറയുന്നുണ്ട്, എന്തായാലും നീ തിരിച്ചു പോകണം കല്യാണി, കാരണം നീ എത്രമാത്രം ഒരു കള്ളത്തരമാണ് സുധിയിൽ നിന്നും മറിച്ചൊരിക്കുന്നത്. അത്രയും വലിയ തെറ്റൊന്നും സുധി ചെയ്തിട്ടില്ല. സുധിയുടെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് തനിക്ക് ജോലിയില്ല എന്ന് സ്വന്തം ഭാര്യ അറിയുന്ന സമയത്ത് അവർക്ക് വിഷമമായാലോ എന്ന് കരുതിക്കൊണ്ട് മറിച്ച് വെച്ച ആൾ. അതൊന്നും നീ കാര്യമാക്കണ്ട, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും, അവൻ നല്ലൊരു ജോലിക്ക് പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും സുധി ഒന്നും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. സുധി വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ സുധി ആകട്ടെ സുധിയില്ലാതെ തനിക്ക് ജീവിക്കാനാവില്ല എന്ന അവസ്ഥ അങ്ങനെ എല്ലായിടത്തേക്കും അന്വേഷിച്ച് നടന്ന അവസ്ഥ നമ്മുടെ ആര്യയുടെ മുന്നിലേക്കാണ് സുധിയും സച്ചിയും രേവതിയും വന്ന് ചാടുന്നത്. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, ഈ നാട്ടിലാണെന്നാണല്ലോ സുധി പറഞ്ഞത്. അപ്പം മലേഷ്യക്കാരനായതുകൊണ്ട് തന്നെ ആര്യയുടെ അമ്മയ്ക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കും. നമുക്ക് ആദ്യത്തെ വീട്ടിൽ പോയി ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ നിർബന്ധപ്രകാരം മൂവരും കൂടിയിട്ട് സുധിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് സുധി ഒന്ന് മയങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഹാളിൽ കിടക്കുന്ന ഒരു സോഫയിലേക്ക് കടക്കാൻ ചെല്ലുന്ന സമയമാണ്. വണ്ടി നിർത്തുന്ന ഒച്ച കേൾക്കുമ്പോൾ സുധി ചെന്ന് നോക്കുന്ന സമയത്ത് തന്റെ മുന്നിൽ തന്റെ ഭർത്താവിന്റെ അനിയനും ഭാര്യ നിൽക്കുന്നു. വേഗം തന്നെ സുധി പുറകുവശത്തേക്ക് ഓടുകയാണ്. ഇത് കണ്ടുകൊണ്ട് അമ്മ ചോദിക്കുന്നുണ്ട്, അവളെ കല്യാണി ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ സുധിയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പം തന്നെ അമ്മ ചോദിക്കുന്നുണ്ട്, ഇനി സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവർ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അമ്മ, എൻ്റെ കാര്യം അമ്മ തിരക്കിയിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു വിടാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് രേവതിയിലൂടെ സത്യങ്ങൾ മനസ്സിലാക്കിയാണ് ഇവർ വന്നിരിക്കുന്നത്. സത്യങ്ങളൊന്നും മനസ്സിലാക്കിയല്ല, സുധിയെ അന്വേഷിച്ച് സുധി നാട്ടിലേക്കാണ് വന്നതെന്ന് അറിഞ്ഞുകൊണ്ട് സുധിയെ അന്വേഷിച്ച് വന്നതാണ് എന്നുള്ള സത്യം അമ്മ മനസ്സിലാക്കുകയാണ്. രേവതിയാണെങ്കിലും ശ്രുതിയുടെ അമ്മയോടായിട്ട് അമ്മ അന്ന് എൻ്റെ മാറ്റൽ ചടങ്ങിൻ്റെ അന്ന് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ കണ്ടല്ലേ, അങ്ങനെ ഒരു പെൺകുട്ടി ഈ ഭാഗത്തോടെയും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു പരുങ്ങലോട് കൂടി തന്നെ അമ്മ പറയുന്നുണ്ട്, ഇല്ല മോളെ, ഞാൻ ആ പെൺകുട്ടിയുടെ മുഖം ഓർക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും വേഗം തന്നെ ഫോണിലുള്ള ഫോട്ടോ കാണിച്ചു കൊടുക്കാണ്ട് സുധി. ഇത് കാണുന്ന സമയത്ത് ഒരു ഞെട്ടിലൊക്കെ ശ്രുതിയുടെ അമ്മയുടെ മനസ്സിലുണ്ടെങ്കിൽ അവർ പുറത്തേക്കൊന്നും പ്രകടിപ്പിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഈ പെൺകുട്ടി ഇവിടെ ഒന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം സച്ചി പറയുന്നത്, ഇവരുടെ അച്ഛൻ മലേഷ്യയിലാണ്, അറിയാതിരിക്കാൻ സാധ്യത കുറവാണ്, ഈ നാട്ടുകാർ ാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ തമ്മിലിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ആദി വേഗം തന്നെ സുധിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അങ്കിളിന് പ്ലെയിൻ ഉണ്ടോ? അധികം സുധി ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ എനിക്കുണ്ട് എയർപ്ലെയിൻ, എൻ്റെ ആൻറ്റി മേടിച്ചെന്ന് കല്യാണി ആൻറ്റി ഇത് ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ ആദ്യ പറയുമ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ ഒന്ന് ഞെട്ടുകണ്ട്. അതിനുശേഷം ആദിയോടായിട്ട് അമ്മ പറയുന്നുണ്ട്, മോനെ നീ മിണ്ടാതിരുന്നു, ഇപ്പം ഈ ഒരു കാര്യമാണ് പറയേണ്ടത്, ഇപ്പം വേറൊരു കാര്യത്തെക്കുറിച്ചല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയം മാറ്റിവിടുക. എന്നാൽ ആദ്യം പറയുന്നുണ്ട്, എൻ്റെ ആൻറ്റി ഇവിടെ ഉണ്ട്, ആൻറ്റിയാണ് എനിക്കിത് മേടിച്ചു തന്നതെന്നൊക്കെ വീണ്ടും സംസാരിക്കുമ്പോഴത്തേക്ക് അമ്മ പറയുന്നുണ്ട്, മോനെ അപ്പുറം പോയി കളിക്കുക, ഇപ്പം അമ്മ ഇപ്പോൾ വേറെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കില്ല, അതേക്കുറിച്ച് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സബ്ജക്റ്റിൽ നിന്ന് മാറ്റി വിടുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം സംസാരം കേൾക്കുമ്പോഴത്തേക്കും പേടിച്ച് വിറച്ച് പുറത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ ശ്രുതി. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് ചെമ്പനിപ്പോൾ വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.